അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി കിണറ്റിങ്കൽ ജമാ മസ്ജിദിലെ മുൻ മഹല്ല് ഖത്തീബ് കൊടുവള്ളി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അലീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وقال الله تعالى في القرآن الكريم إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. മഹല്ല് ജമാഅത്തിൻ്റെ പ്രധാന കാര്യദർശികളായ പ്രസിഡന്റ് ബാവ മാസ്റ്റർ അവറുകളെ, ജനറൽ സെക്രട്ടറി അബ്ദുൽ ജലീൽ സാഹിബ്, മറ്റ് ഈ നാട്ടിലെ കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രവർത്തകരെ, സുദീർഘമായ ഒരു ഭാഷണം ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോടൊപ്പമുള്ള ഈ സന്തോഷത്തിൽ ഒന്ന് പങ്കുചേരുക എന്ന ഉദ്ദേശം ലക്ഷ്യവെച്ച് ഇവിടെ വന്ന് അസർ നിസ്കരിച്ച് ഉടനെ അടുത്ത ബസ്സിൽ കയറണം എന്നുദ്ദേശിച്ചു കൊണ്ടായിരുന്നു വന്നിരുന്നത്. അല്ലാഹു മാത്രമേ നടക്കുകയുള്ളല്ലോ. അതുകൊണ്ട് ആ സന്തോഷം പങ്കുവെച്ച് ക്ഷണിച്ചത് കൊണ്ട് മാത്രം മൈക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സർവശക്തനായ അല്ലാഹു നമ്മുടെ എല്ലാ നിലയിലുള്ള ഖൈറായ ഒരുമിച്ച് കൂട്ടലും രണ്ട് ലോകത്തും ഒരു സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ദീനിൻ്റെ ചൈതന്യം മുറുകെ പിടിച്ച് ഒത്തൊരുമയോടെ മുന്നേറാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ ശേഷം വരുന്ന തലമുറക്കും സർവശക്തനായ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 200 താഴെ മാത്രം അംഗങ്ങളുള്ള ഒരു ചെറിയ മഹല്ലത്താണ് നമ്മുടെ കിണറ്റിങ്കൽ പ്രദേശം. വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിൻ്റെ ഒരു കിണർ ഇവിടെ വെള്ളം കുടിക്കാനും അതേപോലെ ശുദ്ധീകരണം വരുത്താനും കുളിക്കുവാനൊക്കെയുള്ള രാഷ്ട്രീയം ഒരു പഞ്ചായത്ത് കിണറായിരുന്നു. ആ കിണറിൻ്റെ അരികത്ത് എല്ലാവരും സമ്മേളിച്ച് അവരുടെ ആശയങ്ങളും ഒത്തുകൂടലും ഉണ്ടായതുകൊണ്ടുള്ള ഒരു സ്റ്റേഷനായിരുന്നു ഈ പ്രദേശം. അതുകൊണ്ടാണ് പിന്നീട് കിണറ്റിങ്കൽ എന്ന പേര് വന്നത് എന്ന് നമ്മുടെ പൈതൃകത്തിൽ നിന്ന് അതേപോലെ ഇവിടുത്തുള്ള കാരണവന്മാരും മനസ്സിലാക്കാൻ കഴിച്ചു. യഥാർത്ഥത്തിൽ ആ ആശ്രയ കേന്ദ്രം
ഇവിടെ ഒന്നുകൂടി പുനരുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 200-ൽ താഴെ മാത്രം വീടുകളുള്ള, അതിൽ തന്നെ തുച്ഛമായ വിരലിലെണ്ണാവുന്ന കഴിവുള്ളവർ മാത്രമുള്ള ഒരു പ്രദേശത്ത്, ഈ പ്രദേശത്ത് 40ഓളം ആളുകൾക്ക് വളരെ ക്ലേശമായി നിസ്കരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പള്ളിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നും, ആ പള്ളി പുനരുദ്ധീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തീരുമാനിക്കുകയും അതിൻ്റെ ശ്രമം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ പഠിപ്പിച്ച മൻ ജദ്ദ വജദ എന്നുള്ളതാണ്. ഇത് സമൂഹത്തിൻ്റെ, ഈ മഹല്ലത്തിൻ്റെ പ്രവർത്തനം സമൂഹത്തിന്, മറ്റ് ഇതര സംഘടന പ്രവർത്തകന്മാർക്ക് ഒരു മാതൃകയാകുന്നു എന്നുള്ളതാണ്. ഒത്തൊരുമിച്ചാൽ മലയും പോരും എന്ന് ഇവിടെ ഗവേഷകന്മാർ പറഞ്ഞതുപോലെ സാമ്പത്തികമായ പണം ഉണ്ടായി എടുത്തൊരു പള്ളിയല്ല, നേരെ മറിച്ചുകൊണ്ട് പൂർണ്ണമായ തവക്കുൽ അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ പള്ളി പൊളിക്കുന്നു, ഞങ്ങളുടെ മനസ്സിൻ്റെ പ്ലാനുകൾ മുമ്പിൽ വെച്ചുകൊണ്ടുള്ളൊരു പള്ളി, റബ്ബേ നീ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ റബ്ബിൻ്റെ അടിമകളെ സമീപിച്ചപ്പോൾ ആ അടിമകൾ ഒത്തൊരുമിച്ച് കൊണ്ട് തരാൻ സന്നദ്ധരായതാണ് നമ്മുടെ മുമ്പിൽ ഈ അമ്പരച്ചുംബിയായിരിക്കുന്ന ഈ വലിയ ഉപഹാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വയനാട് ജില്ലയിൽ ഇതിന് തുല്യമായൊരു പള്ളിയുണ്ടോ എന്നുള്ളതാണ്. വലുപ്പത്തിലല്ല, അതിൻ്റെ ആകർഷണീയയിലും പോലുള്ള പ്രവർത്തനങ്ങളിലും. അഥവാ സാമ്പത്തികമായ മേഖല ഇല്ലാതിരുന്നപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഒത്തൊരുമ നമുക്ക് മനസ്സിലാക്കാൻ ഈ സദസ്സൊന്ന് വീക്ഷിച്ചാൽ മതി. ഈ സദസ്സൊന്ന് വീക്ഷിച്ചാൽ മതി. ഈ സദസ്സിലിരിക്കുന്ന ചില ആളുകളുടെ കഴുത്തിൽ ഒരു മാല തൂങ്ങിയിട്ടുണ്ട്. ഈ മാല നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. ആ മാലയിൽ 60 കഴിഞ്ഞ വയസ്സന്മാരായിരിക്കുന്ന വാർദ്ധക്യമെത്തിയ ആളുകളുണ്ട്. ആ മാല തൂക്കിയതിൽ യുവാക്കളുണ്ട്. ആ മാല തൂക്കിയവരിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. പണ്ഡിതന്മാർ ഉണ്ട്, മുദരിസന്മാരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, കൂലിപ്പണിക്കാരനുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, മതവിദ്യാർത്ഥികളുണ്ട്, ഭൗതിക വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഈ മഹല്ലത്തിലെ സാമ്പത്തികമായും അതേപോലെ ഉയർന്നവരുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്. എല്ലാവരും ഭൗതികമായ വിദ്യാഭ്യാസമുള്ളവരും മതപരമായ വിദ്യാഭ്യാസമുള്ളവരും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരും പഠിതാക്കളും മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും മുദരിസന്മാരും പണക്കാരും മാഷന്മാരും എന്ന് വേണ്ട സമൂഹത്തിൻ്റെ നാനാ തുറകളിലെ മുഴുവനും ഒത്തുചേർന്നപ്പോൾ ഈ ഒത്തുചേർന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സഫലീകരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ജദ്ദ വജദ. ഒരു മനുഷ്യൻ ഒരു കാര്യത്തിന് ഇറങ്ങി തവക്കുലാക്കി ഇറങ്ങിയാൽ വിജയിക്കും എന്നതുള്ളൊരു ചാരിതാർത്ഥം നമ്മുടെ മുമ്പിൽ അതാ തിലകക്കുറി കുറിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഭവനം എന്നുള്ളതാണ്. പക്ഷേ ഇതുകൊണ്ട് ഈ സമ്മേളനത്തോടു കൂടി ഞങ്ങളുടെ ആഗ്രഹത്തിന് സഫലീകരമായ ഒരു പള്ളി റബ്ബേ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ച് മരിച്ച വീട്ടിൽ 3 ദുആയിരന്ന് ഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നത് പോലെ പിരിഞ്ഞു പോകലല്ല നമ്മുടെ ആവശ്യം. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമുകൾ, അവൻ്റെ നിർദ്ദേശങ്ങൾ, അവൻ്റെ സ്മരണകൾ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുക എന്നുള്ളതാണ്. ഈ വിചാരിച്ചതിൽ ഉപരിയിലുള്ള ഒരു സന്തോഷം, ഒരു നിഅമത്ത് നമുക്ക് ലഭിച്ചാൽ നമ്മൾ പിന്നീട് ശുക്ർ ചെയ്യേണ്ടവരാണ്. എന്താണ് ശുക്രിൻ്റെ ഒന്നാമത്തെ അടയാളം? ശുക്ർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഒന്നാമത്തെ അടയാളം നമുക്ക് നോക്കിയാൽ കാണാം. ഒന്ന്, വായ കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ഏറ്റവും ചുരുങ്ങിയ നിഅമത്ത് അൽഹംദുലില്ലാ എന്ന് പറയുകയാണ്. രണ്ടാം നമുക്ക് നോക്കിയാൽ കാണാം, ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. ആരാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം? അള്ളാഹുവിൻ്റെ എല്ലാവിധ കഴിവുകളും ലഭിച്ച ഒരു മഹാനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. മൊത്തത്തിൽ ഒരു കഴിവ് ഒരു മനുഷ്യന് ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ശത്രു ഉണ്ടാവൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന് വിചാരിച്ചതിൽ കൂടുതൽ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞാൽ
അതിൻ്റെ പിന്നിൽ ഒരു ശത്രു പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇതാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാം വലിയ സമ്പന്നനാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം വലിയ ഇബാദത്തുകാരനാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം വലിയ ഭരണകർത്താവാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം വലിയൊരു കുടുംബത്തിൻ്റെ ഉടമയാണ്. അങ്ങനെ എല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം ഈ പ്രവർത്തനം കണ്ടപ്പോൾ ഒരു ശത്രു, അഥവാ നമ്മുടെ സാക്ഷാൽ ഇബ്ലീസ്, അവൻ വന്നുകൊണ്ട് പറഞ്ഞു, അയ്യൂബിനെന്താണ് ഇത്രമാത്രം പ്രത്യേകതയുള്ളത്? അവൻ ധാരാളം സമ്പത്തുള്ള വാരിക്കോരി കൊടുത്തിട്ടില്ലേ, ധാരാളം അധികാരങ്ങൾ കൊടുത്തിട്ടില്ലേ, ധാരാളം നിയമത്തുകൾ കൊടുത്തിട്ടില്ലേ, പിന്നെ അവൻ അല്ലാഹുവിനെ ആരാധിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, അയ്യൂബ് നബി അലൈഹിസ്സലാമിലൂടെ ഇബ്ലീസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിലൂടെ അല്ലാഹു തആല തീരുമാനിച്ചു. എന്താണ് തീരുമാനം? ആദ്യമായി അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ധനത്തിൽ നിന്നുകൊണ്ട് താഴോട്ട് ഇറക്കി, സാമ്പത്തികമായ മേഖല താറുകാക്കിലാക്കി. രണ്ടാമതായി ചെയ്തത് അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ഭരണം എടുത്തു കളഞ്ഞു. മൂന്നാമതായി ചെയ്തത് അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ശരീരത്തിന് ആരോഗ്യമായ ആരോഗ്യം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അവസാനം ജനങ്ങൾ വെറുക്കുന്ന രൂപത്തിലുള്ള രോഗങ്ങൾ കൊടുത്തു. അവസാനം ചലനം അറ്റുകിടക്കുന്ന ശവശയ്യയിൽ കിടക്കുന്ന ഒരു മയ്യത്തിനെ പോലെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം കിടന്ന് നാവിൻ്റെ ചലനങ്ങൾ അറ്റുപോകുന്ന അവസാന തത്വത്തിലേക്ക് എത്തിയപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഇനിയും എന്നെ പരീക്ഷിക്കണമോ? ഇനിയും പരീക്ഷിക്കണമോ? എൻ്റെ സമ്പത്തുകൾ പിൻവലിച്ചു, എൻ്റെ അധികാരങ്ങൾ വീണ്ടെടുത്ത് തിരിച്ചെടുത്തു, എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇനി സംസാരിക്കാനുള്ള കഴിവുകളും നഷ്ടപ്പെട്ടത് നാവ് അനങ്ങാതിരുന്നാൽ അല്ലാ എന്ന് പറയുന്ന എൻ്റെ നാവിൻ്റെ ചലനം പറ്റുപോയാൽ എനിക്കിനി അല്ലാ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയും എന്നെ പരീക്ഷിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ രോഗം അല്ലാഹു തആല അവിടെ പിടിച്ചു വെച്ചു. പിന്നീടുള്ള പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിക്കൊടുക്കുകയും ചെയ്തു. ഇബ്ലീസിനോട് ചോദിക്കുന്നു, അയ്യൂബ് എൻ്റെ അടിമ അയ്യൂബ്, അതാ എൻ്റെ സമ്പത്തുകൾ ഉള്ളത് കൊണ്ടാണ് നീ ആരാധനകൾക്ക് മുഴകുന്നത് എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പിൻവലിച്ചപ്പോഴും എൻ്റെ അടിമയാകുന്ന അയ്യൂബ് അലൈഹിസ്സലാം അതാ എനിക്ക് ഇബാദത്ത് എടുത്തു, എനിക്ക് തക്ബീറുകൾ ചൊല്ലി, എനിക്ക് സുബ്ഹാനല്ലാഹുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി, അതിൽ നിന്ന് പിന്മാറിയപ്പോൾ പിന്നീട് അയ്യൂബ് നബി അലൈഹിസ്സലാം ആ വലിയ പ്രത്യാഘാതത്തിൽ രക്ഷപ്പെട്ടപ്പോൾ ഉടനെ തന്നെ ചെയ്തത് ശുക്ർ എന്തായിരുന്നു? സുജൂദായിരുന്നു. നമ്മൾ ചിന്തിക്കണം, സുജൂദായിരുന്നു ചെയ്തിരുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാം സുജൂദ് ചെയ്തു. സൂറത്ത് സാദിൽ നമുക്ക് നോക്കിയാൽ കാണാം ഈ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഒരു മനുഷ്യന് നിഅമത്തുകൾ അല്ലാഹു തആല നിർവഹിക്കഴിഞ്ഞാൽ പിന്നീട് അത് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവന് ശുക്ർ ചെയ്യുക. ശുക്രിൻ്റെ ഒന്നാമത്തെ വചനവും അവസാനത്തെ വചനവും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഒന്ന് സുജൂദാണ്, മറ്റൊന്ന് വാക്കുകൊണ്ടുള്ള കീർത്തനങ്ങളാണ്. ഇതാണ് ഇവിടെ പണ്ഡിതന്മാരാകുന്ന ഉമർ മുസ്ലിയാരും അതേപോലെ തന്നെ മുസ്ലിയാരും ഒക്കെ പ്രസ്താവിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ പള്ളിയിൽ കയറി ആദ്യമായി ബിസ്മി ചൊല്ലി മുമ്പോട്ട് നടക്കണം. ദാവിൻ്റെ ചലനമാണ് ആദ്യമായി ഉണ്ടാവേണ്ടത്. പിന്നീട് രണ്ടാമതായി അവിടത്തിൽ നിങ്ങൾ ഇത്തിക്കാഫിരിക്കുമ്പോൾ നിയ്യത്ത് വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പള്ളികൾ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനം നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോൾ അതിൽ നിന്ന് ഉദ്ദേശിച്ചതിൽ അധികം വിജയം നമുക്കുണ്ടായിത്തീരുകയും ചെയ്യും. ഇതുകൊണ്ട് ഇനി പറയുവാനുള്ളത്, ഒരു വസ്തു പൂർത്തീകരണത്തിലേക്ക് എത്തിയാൽ പിന്നീട് നാശത്തിലേക്കാണ് പോവുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചലനം ഉണ്ടാവരുത്. ഇതുകൊണ്ട് ഇത് നമുക്കൊരു തുടക്കമാണ്. ഇത് നമ്മളെ മഹല്ലത്തിൻ്റെ ചലനത്തിൻ്റെ ഒരു തുടക്കമാണ്. ഒരുപാട് നമുക്ക് ദീനീപരമായി മുമ്പോട്ട് പോവേണ്ടതുണ്ട്. ഒരുപാട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉള്ള പരിചയം അനുസരിച്ചുകൊണ്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ സന്നദ്ധരാണ്. അവർ സന്നദ്ധരാണ് എന്നുള്ളതാണ്. കണ്ടറിഞ്ഞു പോയിക്കൊണ്ട് സഹായിച്ചു കൊണ്ടിരിക്കുക എന്നൊരു കൂട്ടായ്മ നമ്മുടെ മഹല്ലത്തിലെ ചെറുപ്പക്കാരിലുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നാം കുതിച്ചു മുന്നേറുന്നത് പോലെ പള്ളിയിലൂടെ ആരാധനാചരണത്തിലേക്ക് നമ്മൾ കുതിച്ചു കയറിക്കൊണ്ടിരിക്കണം.
അതിന് പറ്റിയൊരു സന്ദർഭമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബറാത്ത് ഇവിടത്തിൽ കഴിഞ്ഞു. രണ്ടാമത് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൻ്റെ മുന്നോടിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന് ശുക്ർ എന്ന നിലക്ക് ഞാൻ പറയുന്ന അടുത്ത പരിശുദ്ധ റമളാൻ നമുക്ക് ആസന്നമായി കൊണ്ടിരിക്കുമ്പോൾ, ഒരുപാട് പുണ്യത്തിന് പ്രതിഫലമുണ്ടാകുമ്പോൾ റമളാൻ 30 ദിവസവും ഇവിടത്തിൽ ഒരു ഇത്തിക്കാഫ് ഉണ്ടാവാനുള്ള ഒരു സന്നദ്ധത നമ്മുടെ ഖത്തീബ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മഹല്ല് കമ്മിറ്റിയുടെ സഹായത്തോടെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. 2, 3, 4 ബാച്ചുകളാക്കുക. ആദ്യത്തെ 10 രാവിൽ 5 ആളുകൾ ഇരിക്കട്ടെ, പിന്നീട് 10 രാവിൽ 10 ആളുകൾ ഇരിക്കട്ടെ. ഇങ്ങനെ സ്ക്വാഡായി ചെറുപ്പക്കാരുടെ ഇത്തിക്കാഫിൻ്റെ ഒരു സംഗമം, അതേപോലെ വാർദ്ധക്യമത്തെ ഇത്തിക്കാഫിൻ്റെ ഒരു സംഗമം, കുട്ടികൾക്കുള്ള ഇത്തിക്കാഫിൻ്റെ ഒരു സംഗമം, മൊത്തത്തിൽ കൂട്ടായ ഒരു സംഗമം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുക്റുകൾ ചെയ്യാൻ ഒരു കാരണമാക്കി തന്നാൽ അള്ളാഹു തആല നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു തആല വീണ്ടും വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും. ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല പ്രവർത്തനങ്ങൾ, ഇവിടെ പള്ളിയുടെ പണികൾ പൂർണ്ണമായിട്ടില്ല, വീണ്ടും നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ സുന്ദരമായ മദ്രസകൾ ആവശ്യമുണ്ട്. സാമൂഹ്യ സേവന രംഗത്ത് വിധവകൾക്ക് സഹായിക്കേണ്ടതുണ്ട്, അതേപോലെ യതീമുകൾ സഹായിക്കേണ്ടതുണ്ട്, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മഹല്ല് ജമാഅത്തിൻ്റെ ഇസ്ലാമിക സന്ദേശങ്ങളെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം ഇസ്ലാമിക റിപ്പബ്ലിക് ഇവിടത്തിലുണ്ടായി. ഇസ്ലാമിക റിപ്പബ്ലിക്കും ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ സ്വഭാവവും നമുക്ക് മനസ്സിലാക്കിയാൽ കാണാൻ കഴിയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം സാമൂഹ്യ സേവനത്തിനാണ് മുൻകൈ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാം. നമുക്കറിയാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു 2 പേര് ആകുന്ന പേരക്കുട്ടികൾ, 5 വയസ്സിൻ്റെ താഴെയുള്ള 2 കുഞ്ഞുങ്ങൾ, അഥവാ ഒരു ഈ മനുഷ്യൻ്റെ ഈത്തപ്പനയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് 2 കാരക്കയെടുത്ത് വായിലിട്ടപ്പോൾ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മക്കളെ ഇത് എവിടെ നിന്ന് കിട്ടി? അത് ആ വീട്ടുകാരൻ്റെ കാരക്കയിൽ നിന്ന് പകരക്കമരത്തിൽ നിന്നുകൊണ്ട് പഴുത്ത് വീടേണ്ട കാരക്ക അടുത്തത് ചോദിച്ചപ്പോൾ നിങ്ങൾ ആ ഉടമയോട് ചോദിച്ചോ? ഇല്ലാതെ മറുപടി പറഞ്ഞപ്പോൾ ആ 2 കാരക്കയെടുത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് നബി കുടുംബത്തിന് അനുയോജ്യമല്ല എന്ന് വലിച്ചെറിഞ്ഞുവെങ്കിൽ ആ വലിച്ചെറിഞ്ഞ കാരണത്താൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല എന്ന് പറയുന്ന 2 കുഞ്ഞുങ്ങൾ അവിടത്തിൽ വെച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. വിശന്നൊട്ടിയായിരിക്കുന്ന കുഞ്ഞിയുടെ വായിൽ നിന്നുകൊണ്ട് കിട്ടിയതായിരിക്കുന്ന കാരക്കകൾ വലിച്ചെറിഞ്ഞപ്പോൾ അവർ 2 പേരും അവിടത്തിൽ നിന്നുകൊണ്ട് കരയാൻ തുടങ്ങി. ആ കരഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസമായി. ബദൽ 2 കാരക്ക കൊടുക്കാനില്ലാത്തൊരു ഘട്ടം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തോട്ട ഉടമയെ അന്വേഷിച്ചു പോയി. തോട്ട ഉടമയോട് പറഞ്ഞു, എൻ്റെ ഒട്ടുംപൊട്ടും തിരിയാത്ത 2 കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കരച്ചിൽ മാറ്റാൻ 2 കാരക്ക തരുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, ആ മനുഷ്യൻ പറഞ്ഞത്, 2 കാരക്ക തരാം, പക്ഷേ എൻ്റെ തോട്ടത്തിൽ പണിയെടുക്കണം, അതിന് കൂലിയായി 2 കാരക്ക തരാമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ഞാൻ എന്താണ് സേവനം ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ഇവിടെ ജോലി ചെയ്യേണ്ടത്? ആ സമയത്ത് പറയുന്നു, ആ കാണുന്ന കിണറ്റിൽ നിന്നുകൊണ്ട് ബക്കറ്റ് എടുത്തുകൊണ്ട് വെള്ളം മുക്കിയെടുത്ത് ഓരോ 2 മരത്തിൻ്റെ അരിയത്ത് 10 പ്രാവശ്യം ബക്കറ്റ് എടുത്തുകൊണ്ട് വെള്ളം കോരി ഒഴിച്ചാൽ, അങ്ങനെ 2 തോട്ടം നനച്ചാൽ 2 കാരക്ക പ്രതിഫലം തരാമെന്ന് പറഞ്ഞപ്പോൾ നാം മനസ്സിലാക്കണം, ലോകത്തിൻ്റെ ചക്രവർത്തി, ലോകത്തിൻ്റെ സന്മാർഗദർശി ഉടനെ തന്നെ ചോദിക്കുന്നു, അല്ലയോ രാജാവേ, അല്ലയോ മുതലാളി, എവിടെയാണ് ഈ ബക്കറ്റും കയറുമുള്ളത്? ആ സ്ഥലം പറഞ്ഞെടുത്തു. അകലെ ലോകത്തിൻ്റെ പ്രവാചകൻ ബക്കറ്റും കയറും എടുത്തുകൊണ്ട് ആ യഹൂദനാകുന്ന ജൂതൻ്റെ തോട്ടത്തിൽ നിന്നുകൊണ്ട്, അഥവാ വെള്ളം മുക്കിയെടുത്തുകൊണ്ട് ഓരോ കാരക്ക മരത്തിൻ്റെ അരികത്തേക്ക് 10 ബക്കറ്റ് വെള്ളം ഒഴിച്ച്, അങ്ങനെ 2 20 ബക്കറ്റ് വെള്ളം ഒഴിച്ച് 2 കാരക്ക കൂരി വാങ്ങി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വന്ന് കുട്ടികളെ വിശപ്പടച്ചെങ്കിൽ നാം മനസ്സിലാക്കണം, ആ ഇസ്ലാമിക റിപ്പബ്ലിക് തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അവിടത്തിലുണ്ടായിരുന്ന സംഭവം
നോമ്പ് നോറ്റ് വീട്ടിലേക്ക് കയറി ആയിഷ ബീവിയാകുന്ന ഭാര്യയോട് നോമ്പ് തുറക്കാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി കേട്ടത് കാരക്ക പോലും ഇല്ല എന്നാണ്. ഒരു തുള്ളി വെള്ളം കൊണ്ട് നോമ്പ് തുറന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കിയാൽ കാണാം, പട്ടിണി കിടന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഖന്തക്ക് കുഴിക്കുമ്പോൾ കോടാലി കൊണ്ട് കരിങ്കല്ലിന് കൊത്തിയപ്പോൾ പൊട്ടാതിരുന്നപ്പോൾ സഹാബത്ത് വിഷമിച്ച് നിന്നപ്പോൾ അവിടുത്തെ ഹബീബ് ആ ബക്കാസ് എടുത്തുകൊണ്ട് ആ കല്ല് പൊട്ടിച്ചപ്പോൾ ആ സമയത്ത് ശരീരത്തിലുള്ള വസ്ത്രം ഉയർന്നപ്പോൾ സഹാബത്തിന് കാണാൻ കഴിഞ്ഞത് കരിങ്കല്ല് വയറ്റത്ത് വെച്ച് കൊട്ടിരിക്കുകയാണ്. വിശപ്പ് കൊണ്ട് കുഴഞ്ഞു പോകുമ്പോൾ അവിടത്തിൽ നൂർതിരിക്കാൻ വേണ്ടി കരിങ്കല്ല് വെച്ച് കെട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ അത്രമാത്രം ദാരിദ്ര്യമായിരുന്നു, അത്രമാത്രം പ്രയാസകരമായിരുന്നു. ആ കാലഘട്ടം ഇസ്ലാമിൻ്റെ റിപ്പബ്ലിക് വന്നു. അഥവാ 23 വർഷം പൂർത്തിയാകുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ആ ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം. ഇവിടെ ലോകത്ത് ഇന്ന് സക്കാത്ത് വാങ്ങാൻ അർഹരായ ഒരാളുമില്ലാത്ത രൂപത്തിൽ ഇസ്ലാമിൻ്റെ റിപ്പബ്ലിക് പ്രവർത്തിച്ചപ്പോൾ 23 വർഷങ്ങളെ കൊണ്ട് പട്ടിണിയും പരിപാലനങ്ങളും നാട്ടിൻ്റെ സംരക്ഷണവും ഉണ്ടായി. നമുക്ക് നോക്കിയാൽ കാണാം ഇസ്ലാമിൻ്റെ റിപ്പബ്ലിക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടായത് എന്നിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ, ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആ റിപ്പബ്ലിക്കിൻ്റെ പ്രഖ്യാപനം നടന്നപ്പോൾ ഷന്നായിൽ നിന്നുകൊണ്ട് ഷാമിലേക്ക് അല്ലെങ്കിൽ മഷ്രിഖിൽ നിന്നുകൊണ്ട് മഗ്രിബിലേക്ക് ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല, ആർക്കും ഒന്നും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സഹോദരന്മാരെ, ഇന്ന് സ്വന്തം പിതാവിൻ്റെ അരികത്ത് മക്കൾക്ക് കിടക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ നമ്മൾ ചിന്തിക്കണം. സ്വന്തം അമ്മയുടെ അരികത്ത് സ്വന്തം പ്രസവിച്ച മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ നമ്മൾ ചിന്തിക്കണം. അത്രമാത്രം അരാജകത്തിലേക്ക് നീക്കിയപ്പോൾ ഇസ്ലാമിക റിപ്പബ്ലിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഷ്രിഖിൽ നിന്നുകൊണ്ട് മഗ്രിബിലേക്ക് ഇന്നൊരു പെണ്ണിന് യാതൊരുവിധ പ്രേഷണവും കൂടാതെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന റിപ്പബ്ലിക്കാണ് ഇസ്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ട് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കൂട്ടായ പ്രവർത്തനമാണ്. ഈ കൂട്ടായ പ്രവർത്തനം നമുക്ക് എന്തെന്നും ഉണ്ടായിരിക്കണം. നല്ല കാര്യത്തിൽ നമ്മൾ കൂട്ടുണ്ടായിക്കൊണ്ടിരിക്കണം. ഇസ്ലാം പറയുന്നു ലാ തൻദുർ ഇലാ മാ ഖാൽ വൻദുർ ഇലാ മാ ഖീല. ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ എപ്പോഴും ചിന്തിക്കേണ്ടത് ആരാണ് പറയുന്നത് എന്നല്ല, നേതാവാണോ നല്ല നോക്കേണ്ടത്, ആരാണ് പറയുന്നതല്ല, വൻദുർ ഇലാ മാ ഖീൽ, എന്താണ് പറയുന്നത്, പറയുന്ന വിഷയത്തിലേക്ക്. അപ്പൊ നാട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ നാട്ടിലുള്ള സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് ജനങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രവർത്തനം. നമ്മുടെ നാടൊട്ടും പിന്നോക്കമല്ല, പക്ഷേ ഇനി മുന്നോക്കം പോവേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മഹല്ലത്തുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആശാകേന്ദ്രം നമ്മുടെ പള്ളിയായിരിക്കണം. നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് തീർക്കേണ്ടത് പള്ളി കമ്മിറ്റിയും പള്ളിയും കൊണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കെവിടെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക ഇസ്ലാമിൻ്റെ അവഹേളനങ്ങൾ ലോകത്തിൽ എങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് ചോദിച്ചാൽ, ഇഥവാ ഇസ്ലാമിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പിന്നീട് രണ്ടാമതായി കോടതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മുത്തലാഖ് വിഷയം നാം ചിന്തിച്ചു കൊണ്ടിരിക്കണം. മുത്തലാഖിൻ്റെ വിഷയം ഭാഗത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളിൽ തന്നെ അറിവുള്ളവരും അറിവില്ലാത്തവരും അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി മുമ്പോട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നോക്കിയാൽ കാണാം, അജ്മീർ ഷരീഫിൻ്റെ അവസ്ഥയിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നു. എന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഗോമാംസത്തെ സംബന്ധിച്ചും അതുപോലെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചു കൊണ്ടുമൊക്കെ ഇസ്ലാമിൻ്റെ ആളുകൾ തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നേരായ ഒറ്റക്കെട്ടായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മഹല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റു മഹല്ലത്തുകൾ മാതൃകയായിക്കൊണ്ടിരിക്കണം. ഒരു പ്രശ്നവും നമ്മുടെ മഹല്ലത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ തന്നെ അത് മഹല്ലത്തിൻ്റെ പുറത്തേക്ക് പോവാതെ, അത് കോടതിയിലേക്ക് എത്താതെ, മറ്റ് രാഷ്ട്രീയ പാർട്ടിക്ക് എത്താതെ, മഹല്ല് ജമാഅത്ത് പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിൻ്റെയും
കൺവീനറുടെയിൽ ആ ജമാഅത്ത് ഒറ്റക്കാടെ എത്തിക്കൊണ്ടിരിക്കണം. ഇതാണ് നമുക്ക് വിജയമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാവിധ ഖൈറുകൾ നമുക്ക് ലഭിക്കാൻ നാം എപ്പോഴും സന്നദ്ധരായിക്കൊണ്ടിരിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നേരത്തെ ഖതീബ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മഹല്ലത്തിൽ എല്ലാ സമയത്തും പൂർണ്ണമായ ജമാഅത്തുകൾ ഉണ്ടാവണം. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരു നിസ്കാരം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മുസ്ലിമീങ്ങൾ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു കേന്ദ്രമുണ്ടാവണം. ഒരു കേന്ദ്രമുണ്ടാവണം. ആ കേന്ദ്രത്തിൽ 5 നേരവും നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കണം. ആ കേന്ദ്രത്തിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിർബന്ധമായി പങ്കെടുത്തുകൊണ്ടിരിക്കണം. അഥവാ മറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 5 നേരം എന്ന് പറയുന്നത് മഹല്ലത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് ജമാഅത്ത് നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിർബന്ധമായ മഹല്ലത്തിൽ ഒരു ജനറൽ ബോഡി നടന്നുകൊണ്ടിരിക്കണം. ആ രണ്ടിൻ്റെയും മേലാധികാരി മഹാൻ അതിൽപ്പെട്ട ഉമറാക്കും 2 പേരും ഒരുമിച്ച് കൊണ്ടായിരിക്കണം. ഉലമാവും വേണം, ഉമറാവും വേണം. ഇസ്ലാമിൻ്റെ റിപ്പബ്ലിക് ആദ്യം പരിശോധിച്ചാൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി പ്രബോധനം ഇതുപോലെ മൈക്ക് കെട്ടിയുള്ള ഒരു പ്രബോധനം ഉണ്ടായിരുന്നില്ല. ആദ്യമായൊരു വയൽ പരമ്പര ഉണ്ടായിരുന്നില്ല. ആദ്യമായി നടത്തിയത് ഓരോ കുട്ടിയെ വിളിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്നത് പോലെയാണ്. ഓരോരുത്തൻ്റെ വീട്ടിൽ പോയി സ്ഥാനാർത്ഥി എനിക്ക് വോട്ട് ചെയ്യണേ എന്ന് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ വിളിച്ചുകൊണ്ട് ആദ്യമായി പറയുന്നു, മോനെ നീ ഇസ്ലാമിലേക്ക് കടന്നു വരിക, ഏകദീവാസത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ രഹസ്യമായ പ്രബോധനം നടന്നു. അങ്ങനെ നടന്നു. ഏതാനും തുച്ഛമായ ആളുകൾ ലഭിച്ചു. 10 ചില്ലാനം ആളുകളാകുന്നു എന്നാണ് ഹദീസിൽ നമുക്ക് നോക്കിയാൽ കാണാനിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാനസികമായ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഐസൽ ഇസ്ലാമ ലി ഉമറൈൻ. 2 ഉമറുണ്ട് ഇവിടെ, 2 ഉമറുണ്ട് ഇവിടെ. രണ്ടും തുല്യമായ ശക്തികളാണ്. രണ്ടും ഇസ്ലാമിൻ്റെ പുറത്ത് തന്നെയാണ്. അതിൽ നിന്നൊരു ഉമർ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിൻ്റെ പരസ്യമായ പ്രബോധനം നടത്താൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അവസാനം അമീറുൽ മുഅ്മിനീനായി മാറിയത്. ആ അമീറുൽ മുഅ്മിനീൻ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അല്ലയോ നബിയെ, അല്ലയോ മുഹമ്മദേ, നിങ്ങൾ ഈ പറയുന്ന നബിത്വം അത് ശരിയാണോ? അത് ശരിയാണെങ്കിൽ എന്തിന് ഒളിച്ചു വെക്കണം? എന്തിന് രഹസ്യമാക്കി വെക്കണം? പരസ്യമായി ഒന്ന് പറഞ്ഞുകൂടെ? 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നബി തങ്ങൾ മറുപടി പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പിന്നിലുണ്ട്. ആരാണ് പറയുന്നത്? ആലിമാകുന്ന മുഅല്ലിമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. അമീറാകുന്ന ഉമറാ ആയിക്കൊണ്ടിരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ പിന്നിൽ പരസ്യമായി പറഞ്ഞുകൊള്ളൂ. അങ്ങനെ ആ ഇസ്ലാം നബി തങ്ങൾക്ക് നബുവത്ത് കിട്ടി 40 കഴിഞ്ഞതിന് ശേഷം 23 ഇടയിലായി ഇസ്ലാം ലോകത്ത് മുഴുവനും പ്രഖ്യാപിച്ച് ഇദാ ജാഅ റസൂലുള്ളാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം ലോകത്ത് മുഴുവൻ നടന്നു. ജനങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, ഇനിയെ തങ്ങൾക്ക് വിശ്രമിക്കാം. എങ്ങനെയാ വിശ്രമിക്കേണ്ടത്? കിടന്നുറങ്ങിയിട്ടല്ല. വസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. നിങ്ങൾ അല്ലാഹുവിലേക്ക് സ്മരണകൾ പുതുക്കി നിങ്ങളുടെ നാവുകളെ കൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുക. ഇന്നഹു കാന തവ്വാബാ. അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവരാണ്. അല്ലാഹു തആല ജനങ്ങളോട് കരുണയുള്ളവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യണം. നാളത്തെ സുബഹിന്റെ ജമാഅത്തിന് ഞാനായിരിക്കണം ഒന്നാമത്തെ സഫിൽ ഒന്നാമനാവേണ്ടത് എന്ന ഒരു മുദ്രാവാക്യം,
എന്നൊരു നിർബന്ധ വാശി നമ്മളിലുണ്ടായിക്കൊണ്ടിരിക്കുകയും അടുത്ത ജമാഅത്തിനും ഞാനായിരിക്കണം ഈ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ ഇമാമിൻ്റെ ബേക്കിൽ ഉണ്ടാവേണ്ടത്, ഇമാം സലാം വിട്ടുമ്പോൾ ആദ്യമായി എന്നെയാണ് കാണേണ്ടത് എന്ന ചിന്തയോടുകൂടി നാ സഫിന് വേണ്ടി മുമ്പന്തിയിൽ പോയിക്കൊണ്ടിരിക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പള്ളിയിൽ കയറിയാൽ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കണം. ഭൗതിക സംസാരം പള്ളിയിൽ പാടില്ല. നമ്മൾ ചെറിയ കിതാബുണ്ട്, 10 കിതാബ് എന്നാ പേര്. 10 കിതാബാണ് ഒരു കിതാബിൻ്റെ വലുപ്പല്ല, പക്ഷെ ആശയം വലുതാണ്. അണുബോംബ് പോലത്തെ ഒരു സാധനമാണ്. ആ കിതാബിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു മനുഷ്യൻ പള്ളിയിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ കാര്യങ്ങൾ സംസാരിച്ചാൽ അത് മിറാബിൻ്റെ അരികത്ത് നയിക്കണമെന്നില്ല. ഈത്തിക്കാഫ് ചെയ്ത സ്ഥലത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചൊരു മനുഷ്യൻ അങ്ങനെ സംസാരിച്ചു പോയാൽ ഫഖദ് ഹബിത അഅ്മാലുഹു 40 സന, അവൻ്റെ 40 കൊല്ലത്തെ അമലുകൾ ബാത്തിലായി. നമ്മൾ ചിന്തിക്കുക സഹോദരൻ, നമ്മൾ ചിന്തിക്കുക, നമുക്ക് എത്ര അമലുണ്ട്? നമ്മൾ 40 കൊല്ലം അമൽ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ആയുസ്സിന് അമൽ ചെയ്താൽ, നമ്മുടെ അമലിൻ്റെ ഒരു വർഷത്തിൻ്റെ കൊല്ലം 365 ദിവസം അമൽ ചെയ്ത തരത്തിൽ അമലിലേക്ക് വരുമോ നമ്മൾ ചിന്തിക്കണം. ഒരു ദിവസത്തെ 24 മണിക്കൂർ അതിൽ നമ്മൾ നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന, ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂറുകൾ ഒരു ദിവസം നമ്മൾ കണക്ക് കൂട്ടിയാൽ 1 മണിക്കൂറുണ്ടെങ്കിൽ നാം 24 ദിവസം ചെയ്താലല്ലേ ഒരു ദിവസത്തെ ഇബാദത്തായി തീരുകയുള്ളൂ. ഇങ്ങനത്തെ അമലുകളിൽ നിന്ന് എത്ര അമലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. ആ അമലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നന്മ ചെയ്താൽ ഒരുപാട് ഉപരി പ്രതിഫലങ്ങളും തിന്മ ചെയ്താൽ ഒരുപാട് ശിക്ഷകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പള്ളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരോടൊക്കെ പറയാറുള്ളത്, നമ്മുടെ പള്ളിയിൽ ഈത്തിക്കാഫ് ഉണ്ടായിരിക്കണം, നമ്മുടെ പള്ളിയിൽ ഖുർആനോത്തുണ്ടായിരിക്കണം, നമ്മുടെ പള്ളി ദിക്റുണ്ടായിക്കൊണ്ടിരിക്കണം. ഞാൻ സ്മരിക്കുന്നു, ഓർത്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മഹല്ലത്തിലുള്ള ഓരോ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്തുന്നാരിയത്തിൻ്റെ ഒരു സൗരയോഗം, ഒരു സംഗമം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നാട്ടിലെ മുഴുവൻ പങ്കാളിത്തത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ വിജയം. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിലുള്ള സ്വലാത്തുകൾ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ അവൻ ധാരാളം വിജയികൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ വിജയം തന്നെയാണ് നമ്മുടെ കൂട്ടായ്മയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വലാത്തായിരിക്കാം നമ്മുടെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആത്മീയ ശക്തി. നമ്മൾ കണക്ക് നോക്കി, ഇതിൻ്റെ വിലകൾ കണക്കൂട്ടി നോക്കിയാൽ ഏകദേശം 1 കോടിയോ 1.5 കോടിയോ ഉറുപ്പ്യത്തിൽ വേണ്ടോ, അതിലധികം ഉണ്ടോ എനിക്കറിയില്ല. നമുക്ക് എഞ്ചിനീയർമാരുടെ പരിപാടി നമുക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഏതായിരുന്നാലും അതിൻ്റെ വിലയിൽ കണക്ക് കൂട്ടിയാൽ ഇതെങ്ങനെ ഈ മഹല്ലത്തിലെ ആളുകൾക്ക് സംഭരിക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഭാര്യയുടെ സമയമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊന്നുകൊടുത്ത് തയ്യാറാവേണ്ടവരുമാണ്. തങ്ങളെ പാണക്കാട് കൊടപ്പനക്കൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏതാനും സമയത്തിന് മുമ്പ് ഇവിടെ എത്തിച്ചേരുകയും നമുക്ക് നേതൃത്വം നിസ്കരിക്കുകയും വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൻ്റെ ഇസ്സത്ത് ഖിയാമത്തിൽ വരെ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഇസ്സത്തും നമ്മുടെ പ്രവർത്തനങ്ങളും അള്ളാഹു എന്തെന്നും നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരോട് പറഞ്ഞു വരുന്നത്, ഈ തന്ന സമയത്തിന് എല്ലാവിധ കൃതജ്ഞയും രേഖപ്പെടുത്തി ഈ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലികമായി ഇവിടെ വാങ്ങുന്നു. അവരിസ്കാരത്തിന് മുമ്പായി അല്പം ആശംസയ്ക്ക് വേണ്ടി ഉമർ ഉസ്താദ് അവർ നമ്മോട് സംസാരിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും ഹൈറായ ജനങ്ങളിൽ ഹൈറ് മാത്രം ചിന്തിക്കുന്ന, ഹൈറിൻ്റെ കൽബുള്ള, ഹൈറിൻ്റെ പ്രവർത്തനമുള്ള, ഹൈറായ സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമായി നമ്മുടെ മഹല്ലത്തിലെയും മറ്റും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിഷ്കളങ്ക കർമ്മ തേജസ്സുകളായ നുസ്രത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെയും നിസ്വാർത്ഥ സേവന നിരതരായ നാട്ടുകാരുടെയും നിസീമ പ്രവർത്തന സാഫല്യം, കിണറ്റിങ്കൽ നിവാസികളുടെ ചിരകാല സ്വപ്ന സാക്ഷാത്കാരം, കിണറ്റിങ്കൽ ജുമാ മസ്ജിദ്, മുത്തന